സംസ്ഥാനത്തെ പ്രധാന വിജിലൻസ് കോടതിയായ തൃശൂർ വിജിലൻസ് കോടതിയിൽ ജഡ്ജി നിയമനം വൈകുന്നു. സ്ഥലം മാറിപ്പോയ ജഡ്ജിക്ക് പകരം നിയമനമില്ലാതായതോടെയാണ് കോടതിയുടെ പ്രവർത്തനം സ്തംഭിച്ചത്. പാമോലിൻ കൺസ്യൂമർ ഫെഡ് അഴിമതി ഉൾപ്പെടെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം പ്രതികളായ ഒട്ടനവധി കേസുകളാണ് 5 മാസത്തിലേറെയായി അനക്കമില്ലാതെ കിടക്കുന്നത്. ജഡ്ജിയായിരുന്ന കെ ഹരിപാൽ മെയ് 16-നാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായി സ്ഥലം മാറിപ്പോകുന്നത്. മറ്റൊരു ജഡ്ജിയെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അഴിമതി ആരോപണ വിധേയനായതിനാൽ ഹൈക്കോടതി ഇത് തള്ളി. പകരം മറ്റൊരാളെ നിർദ്ദേശിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ ഇതുവരെ നിയമനത്തിന് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരായ പാമോലിൻ കേസ്, കൺസ്യൂമർ ഫെഡ് അഴിമതി, മലബാർ സിമന്റ്സ് അഴിമതി, ടിഒ സൂരജ്, ടോമിൻ തച്ചങ്കരി എന്നിവർക്കെതിരായ അന്വേഷണം എന്നിവയുൾപ്പെടെ അനവധി കേസുകളാണ് ഇതോടെ അനക്കമില്ലാതെ കിടക്കുന്നത്. സർക്കാരിനെതിരെ നിരവധി കേസുകൾ നിലവിൽ ഉള്ളതിനാലാണ് ജഡ്ജി നിയമനം വൈകുന്നെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു ജഡ്ജിയെ മാറ്റിക്കഴിഞ്ഞാൽ ഉടനടി നിയമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്ന് ജഡ്ജിയെ നിയമിക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട കേസുകൾ ഇവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കോഴിക്കോട് വിജിലൻസ് കോടതിക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും കേസുകൾ പരിഗണിച്ച് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുന്നതല്ലാതെ യാതൊന്നും നടക്കുന്നില്ല. ഇതോടെ 5000-ലധികം കേസുകളാണ് വിജിലൻസ് കോടതിയിൽ വിധികാത്ത് കിടക്കുന്നത്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.